അപ്പോൾ അവർ ചോദിച്ചു, എന്ത് പ്രയോജനമാണ് രഞ്ജിത്ത് ഉദ്ദേശിക്കുന്നത്, എൻ്റെ കൂടെ ഒരു ഡ്രൈവിന് വരുമോ എന്ന്. അത് അവർ പറഞ്ഞു, അവർ മലയാളത്തിലെ പ്രശസ്തനായ 2 നടന്മാർ, അവർക്ക് സിനിമയായിട്ടൊക്കെ ഒരു ബന്ധമുള്ളതാണ്, 2 നടന്മാർ അവരോട് ഇങ്ങനെ ഡ്രൈവ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ 2 പേരുടെ പേര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഹിമാലയ യാത്രക്കിടയിൽ ഇവരും ഒപ്പം ഉണ്ടായിരുന്നു എന്നും. എന്നിട്ട് വെറുതെ അദ്ദേഹത്തെക്കുറിച്ച് ലോകത്താരും അങ്ങനെ പറയില്ല, അപ്പോൾ വെറുതെ ഒരു പരാമർശം. ഇത്തരത്തിലുള്ള കുറേ സ്ത്രീകളുമുണ്ട്. അപ്പോൾ അവർ രഞ്ജിത്തിനോട് പറഞ്ഞത്രേ, ഞാൻ ആ പണി തുടങ്ങിയില്ല, തുടങ്ങുമ്പം ആദ്യത്തെ കസ്റ്റമറായിട്ട് താങ്കളെ വിളിക്കാം എന്ന് പറഞ്ഞു. നമസ്കാരം. വളരെ കാലത്തിന് ശേഷം, വളരെ കാലം എന്ന് പറയുമ്പോൾ ഒരു 10-15 ദിവസം DNA പ്രേക്ഷകരുമായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് പറയാനും അത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊക്കെ പറയാനുള്ള ഒരുപാട് അനുഭവങ്ങൾക്ക് ഒരുപാട് ദൂരമുള്ളതുപോലെ എനിക്ക് തോന്നി. ഇന്നലെ ഒരുപാട് പേര് വിളിച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ നിരവധി വന്നു. വളരെ സന്തോഷം. ആ സന്തോഷത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരാൾ ചോദിച്ചു, ഒരു വീട്ടമ്മയാണോ, സ്വാമി രഞ്ജിത്തിനെ വെള്ളപൂശിയത് എന്തിനാണ്? അപ്പോൾ ഞാൻ എന്താണ് വെള്ളപൂശിയത്? ഞാൻ വെള്ളപൂശിയതല്ല. ഏതു മനുഷ്യനും തെറ്റുപറ്റാം, എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത്തരം തെറ്റുകൾ പറ്റിയത് കൊണ്ടാണല്ലോ ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാൻ കഴിഞ്ഞത്. ചിലർ ആത്മകഥയ്ക്കകത്ത് പലതും മറച്ചു വയ്ക്കും, മുഖംമൂടിയിടും. പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് തന്നെ ശത്രുത തോന്നാം. അങ്ങനെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം ജനിച്ചവർ തന്നെ, ഞാൻ ബന്ധുക്കളായിട്ട് വിചാരിച്ചവർ തന്നെ, ഞാൻ സ്നേഹിച്ചിരുന്നവർ തന്നെ എൻ്റെ ശത്രുക്കളായിട്ട് മാറി. പക്ഷേ സത്യം എഴുതിയത് കൊണ്ട് ആ പൂർണ്ണ തൃപ്തി എനിക്കുണ്ടായി. ഞാൻ എഴുതിയത് സത്യമാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നെടുമുടി വേണുചേട്ടനാണ് അവതാരിക എഴുതിയേക്കുന്നത്. അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചത്, എന്തിനാണ് സ്വാമിയുടെ തെറ്റുകളെക്കുറിച്ച് കൂടുതൽ എഴുതിയത്? നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയുകയും ആ തെറ്റുകൾ മറ്റുള്ളവർക്ക് ഒരു അനുഭവമായി തീരുകയും അവരുടെ അനുഭവമായി ചേർത്ത് വെച്ച് അത് പഠിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊരു പരിവർത്തനങ്ങൾക്ക് തയ്യാറായാൽ മാത്രമാണല്ലോ അനുഭവങ്ങൾ സമ്പത്തുകളാകുന്നത്. ധനമുണ്ടാകുന്നതല്ലല്ലോ സമ്പത്ത്. അതുകൊണ്ടാണ് ഒരു കപട സന്യാസിയുടെ ആത്മകഥയും നോവുകടലും മജ്ജയും മാംസവും പിന്നെ ഹിമാലയവും തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിൽപ്പന ഉണ്ടാകുകയും ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് നിരവധി പേർ എന്നെ കാണുകയും ഒക്കെ ചെയ്യുകയും ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പകർത്തി വയ്ക്കാൻ കഴിയുകയൊക്കെ ചെയ്യുന്നത്. അതിൽ നോവുകടൽ എന്ന് പറയുന്ന പുസ്തകം, നോവുകടൽ എന്ന് പറഞ്ഞാൽ കടലിനെ നമ്മൾ കാണുമ്പോൾ നല്ല സൗന്ദര്യമാണ്. പക്ഷേ കടൽ അഗാധമായ ഗർത്തങ്ങളും തിമിംഗലങ്ങളും ഒക്കെയുള്ള ഇരുണ്ട അഗാധമായിട്ടുള്ള ഇടനാഴികൾ, കടലിൻ്റെ അടിയിലുള്ള ഇടനാഴികളും ഭീകരമായ തിരമാലകളും ഒക്കെ ഉള്ളതാണ് കടൽ. ആർത്തിരമ്പുന്ന ജീവിതം പോലെയാണ് കടൽ എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ ഇരമ്പി വരുന്ന കടൽ പോലെയാണ് ജീവിതം. ഇപ്പോൾ സുന്ദരിയും സുന്ദരന്മാരുമായിട്ടുള്ള ഒരു യുവാക്കന്മാരെ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്ത് മെയ്ഡ് ഫോർ ഈച്ച് അതർ, എന്ത് നല്ല ദമ്പതിമാരാണെന്ന്. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് എത്തി നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർ ഒരുമിച്ച് വന്ന് ഒരു കാറിൽ വന്ന് ഒരു ബൈക്കിൽ വന്ന് സന്തോഷകരമായിട്ടുള്ള ചിരിച്ചുല്ലസിച്ചിട്ട് വന്നിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു തരത്തിലും കുട്ടികൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇയാളുമായിട്ട് ജീവിക്കുന്നത്, ഞാൻ ഇവളുമായിട്ട് ജീവിക്കുന്നത്. ഒരു തരത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും 2 വഴികളാണ്. ഞങ്ങൾ ഫോട്ടോ ഫ്രെയിമിൽ മാത്രമേ ചിരിക്കുന്നുള്ളൂ, സമൂഹത്തിൻ്റെ മുമ്പിൽ മാത്രമേ ചിരിക്കുന്നുള്ളൂ. ഒരുപാട് മാനസിക ശാരീരിക അവശതകളും പ്രശ്നങ്ങളുമുണ്ട്. ഞങ്ങൾ ഒരു കട്ടിലിൽ കിടന്നിട്ടോ പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടോ ഒന്ന് ചുംബിച്ചിട്ടോ എത്രയോ കാലമായിട്ടുണ്ട് സ്വാമി. പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവർ, വീട്ടുകാരോട് ഞാൻ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന യുവതികൾ, ഈ പെൺകുട്ടിയെ മാത്രം എനിക്ക് മതി എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇവരൊക്കെ തന്നെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് ജീവിതത്തിൻ്റെ വഴികളിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ തന്നെ, യാത്ര തുടങ്ങി ഒരവസ്ഥയിലെത്തുമ്പോൾ തന്നെ അതിഭീകരമായ ദുരന്തങ്ങളിലേക്ക് ചെന്ന് ചേരുന്നു. എവിടെയാണ് നമുക്ക് ഈ മൂല്യച്യുതി സംഭവിക്കുന്നത്? പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റാത്ത എത്ര ജാതകം നോക്കിയാലും, 10 പൊരുത്തങ്ങൾ ഉത്തമത്തിൽ കണ്ടാലും, മഹേന്ദ്ര പൊരുത്തം, സന്താന യോഗം ഉണ്ടെന്ന് പറഞ്ഞാലും സന്താനങ്ങൾ ജനിക്കാതിരിക്കുക, കടുത്ത സർപ്പദോഷങ്ങൾ ഉണ്ടാകുക,
അതിഭീകരമായ വിപത്തുകൾ ഉണ്ടാകുക, ദാമ്പത്യത്തിൽ സ്വസ്ഥത ഇല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഇത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, ഒരു വീട്ടമ്മ വിളിച്ചിട്ട് ഞാൻ ഇന്നലെ രഞ്ജിത്തിനെ ന്യായീകരിച്ചു എന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് നേരിട്ടൊരു അനുഭവമുണ്ട്. ഞാൻ കലാപരമായി കഴിവുള്ള ഒരമ്മയാണ്. എന്നെ വലിയ 2 മക്കളുണ്ട്, എനിക്ക് കൊച്ചുമക്കളുമുണ്ട്. എനിക്ക് കുറച്ച് എഴുതാനുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഞാനൊരു കഥയുടെ കാര്യം പറയാൻ, അല്ലെങ്കിൽ ഒരു കവിതയുടെ കാര്യം പറയാനായിട്ട് ഞാൻ രഞ്ജിത്തിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ വരൂ, ഇന്ന ഹോട്ടലിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ഞാൻ മാന്യമായി ആ സ്ഥലത്തേക്ക് ചെന്നു. എന്നെ മാന്യമായി സൽക്കരിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു അത്രേ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കലാപരമായ കഴിവുകളെ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ ഒരു പാട്ടോ കഥയോ ഒക്കെ ഞാൻ കേൾക്കുകയും ചെയ്യുകയോ ഒക്കെ ചെയ്യാം, പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? അപ്പോൾ അവർ ചോദിച്ചു, എന്ത് പ്രയോജനമാണ് രഞ്ജിത്ത് ഉദ്ദേശിക്കുന്നത്? ഇതവർ പറഞ്ഞതാണ് കേട്ടോ, ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഒരു ഡ്രൈവിന് വരുമോ എന്ന്. അത് അവർ പറഞ്ഞു, അവർ മലയാളത്തിലെ പ്രശസ്തനായ 2 നടന്മാർ, അവർക്ക് സിനിമയായിട്ടൊക്കെ ഒരു ബന്ധമുള്ളതാണ്. 2 നടന്മാർ അവരോട് ഇങ്ങനെ ഡ്രൈവ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ 2 പേര് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഉത്തമമായ ദാമ്പത്യം വഹിക്കുന്ന നടീനടന്മാരെന്ന് ഉള്ള നടന്മാർ അവരോട് ചോദിച്ചു ഡ്രൈവിന് വരാൻ പറ്റുമോ എന്ന്. അതിൽ ഒരാൾ കുപ്രസിദ്ധനാണ്, 1, 2, 3 കല്യാണമൊക്കെ കഴിച്ച കുപ്രസിദ്ധനായ ഒരാളാണ് മറ്റേ ആൾ. അവരൊരു മോശം സ്ത്രീയല്ല. അപ്പോൾ അവർ രഞ്ജിത്തിനോട് പറഞ്ഞത്രേ, ഞാൻ ആ പണി തുടങ്ങുമ്പം ആദ്യത്തെ കസ്റ്റമറായിട്ട് താങ്കളെ വിളിക്കാം എന്ന് പറഞ്ഞു. എത്ര പെട്ടെന്നാണ് ഒരു വിഗ്രഹം വീണുടയുന്നത്, എത്ര പെട്ടെന്നാണ്. നമ്മുടെ മനസ്സിലുള്ള ചില വിഗ്രഹങ്ങൾ അല്ലേ, നമ്മൾ പൂജിക്കുന്ന ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ, കലാപരമായ കഴിവുള്ള ഉത്തമമായിട്ടുള്ള മനുഷ്യർ നിസ്സാരമായ കാര്യത്തിന് വീണുടയുന്നത്. എന്നെ ഒരു സ്ത്രീ ഇതുപോലെ എപ്പോഴും വിളിക്കുമായിരുന്നു. അവർ കലാപരമായ ഇത്തിരി കഴിവൊക്കെ ഉള്ള സ്ത്രീയാണ്. ഞാനൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്ത്രീ നിരന്തരം എന്നെ വിളിച്ച് വേട്ടയാടുകയാണ്. നമുക്ക് ചിലരോട് സംസാരിക്കണമെങ്കിൽ ട്യൂണിങ് വേണം, അതില്ലാത്തടത്ത്. ഞാനൊന്ന് ടീച്ചറെ കല്യാണം കഴിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആ സ്ത്രീ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ദുർഗന്ധം, അപാരമായ ദുർഗന്ധം ഉണ്ടാകുക, അവരുടെ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ ദുർഗന്ധം ഉണ്ടാകുക. പക്ഷേ താനൊരു ഭയങ്കര സുന്ദരിയാണെന്നും ഭയങ്കര കലാകാരിയാണെന്നും വളരെ പാട്ടുകാരിയാണെന്നും എഴുത്തുകാരിയാണെന്നും തൻ്റെ സകലരും പുറകെ നടക്കുകയാണെന്നൊക്കെ സ്വയം മറ്റുള്ളവരെ ധരിപ്പിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീ. എത്ര വിചിത്രമായ മനുഷ്യരാണ് ചില സ്ത്രീകൾ. എത്രയോ ഉത്തമമായ സ്ത്രീകളും എത്രമായ ഉത്തമമായ കലാകാരികളൊക്കെ ഉള്ള സ്ഥലത്താണ് ഇതുപോലുള്ള ചില ജന്മങ്ങൾ. ആ സ്ത്രീ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രശസ്തനും മാത്രമല്ല ആത്മീയാചാര്യനുമായ ഗോപാലകൃഷ്ണ സാറിനെ കുറിച്ചൊരു മോശം അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് ധിക്കാരം, ഇത്തരം വർത്തമാനങ്ങൾ നിങ്ങൾ പറയരുത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ പോലെ മാന്യനായ ഒരു മനുഷ്യനില്ല നമ്മുടെ തൃശ്ശൂരുള്ള. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഹിമാലയ യാത്രക്കിടയിൽ ഇവരും ഒപ്പം ഉണ്ടായിരുന്നു എന്നും, എന്നിട്ട് വെറുതെ അദ്ദേഹത്തെക്കുറിച്ച് ലോകത്താരും അങ്ങനെ പറയില്ല. അപ്പം വെറുതെ ഒരു പരാമർശം. ഇത്തരത്തിലുള്ള കുറേ സ്ത്രീകളുമുണ്ട്. അപ്പം ഇതൊക്കെ അത്തരത്തിൽ പെട്ടുപോകാത്ത പുരുഷന്മാരെ പെടുത്താനും അല്ലെങ്കിൽ അത്തരത്തിൽ പെടാത്ത സ്ത്രീകളെ പെടുത്താനുമുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന ചില മനുഷ്യരുടെ സ്വഭാവവിശേഷതകളാണ്. ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ രഞ്ജിത്തിനെ വെള്ള പൂശിയതല്ല ഞാൻ. അവരോർ ചെയ്യുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, താൻ തന്നെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ തന്നെ ജീവിതം ഈ ജന്മം ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും. മരണാനന്തര ജീവിതം മരിച്ചു കഴിഞ്ഞല്ല നമ്മൾ അനുഭവിക്കേണ്ടത്. മരണത്തിൻ്റെ അവസാന കാലഘട്ടമുണ്ട്. നമ്മൾ ശരീരം നശിച്ചുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും ഓരോ സമയവും നമ്മുടെ സ്വപ്നങ്ങൾ ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്തു പോയ ഓരോ ദോഷങ്ങളും പാപങ്ങളും റീവൈൻഡ് ചെയ്ത് വരും. നമ്മൾ വ്യവസ്ഥയില്ലാതെ ജീവിക്കുക, പറ്റിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഏതോ ജന്മത്തിൽ ചെയ്തത് വരെ ഇങ്ങനെ ഉണർന്ന് മരണമില്ലാതെ ദുരിതകാലത്തിൽപ്പെട്ട് ബന്ധുക്കളില്ലാതെ ബന്ധുത്വമില്ലാതെ അല്ലെങ്കിൽ അനുഭവിക്കാൻ മോക്ഷപ്രാപ്തിയില്ലാതെ ദൈവം വിളിക്കില്ല. അപ്പോൾ ബന്ധുക്കൾ ചോദിക്കും, നോക്കാൻ ആരുമില്ല, മരുന്നെടുത്ത് കൊടുക്കാൻ ആരുമില്ല, പിടിച്ചെഴുന്നേൽപ്പിച്ചിരിക്കാൻ ആരുമില്ല, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആരുമില്ല. ചെയ്തു പോയ കർമ്മങ്ങൾ എത്ര പ്രശസ്തനാണെങ്കിലും എത്ര ധനമുള്ളവനാണെങ്കിലും ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം, നിങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മം
അല്ലേ? എത്ര ആദരണീയരായിട്ടുള്ള എത്രയോ വലിയ വലിയ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം ബോധമില്ലാതെ നല്ല സത്കർമ്മങ്ങൾ ചെയ്തവർ പോലും ഏതോ ജന്മത്തിൻ്റെ ദുരിതം കൊണ്ട്, ഏതോ ജന്മത്തിൽ ചെയ്തു പോയ ഒരു അബദ്ധങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൻ്റെ അവസാനം അനുഭവിക്കാണ്ട് വരുന്നത്. എത്രയോ പേരിങ്ങനെ കിടപ്പിലാണ്. എന്ത് പാപം ചെയ്തിട്ടാണ് സ്വാമി? എൻ്റെ അടുത്ത് പലരും ചോദിക്കാണ്, സ്വാമി എന്ത് പാപം ചെയ്തിട്ടാണ് എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ അദ്ദേഹം മനസ്സറിഞ്ഞ് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല, എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്? സ്വാമി എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുറിയിൽ ഒറ്റപ്പെട്ട് അവരെല്ലാം ജോലിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് മലമൂത്ര വിസർജനങ്ങൾക്ക് പോലും പോകാൻ കഴിയാതെ പാടൊക്കെ വെച്ച് കെട്ടി ശരീരം പൊട്ടി ഒലിച്ച് ചെയ്തു പോയ പാപങ്ങൾ. എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും, എത്ര വലിയ പ്രശസ്തനാണെങ്കിലും, പ്രതാപിയാണെങ്കിലും, എത്ര അഹങ്കാരത്തോടെ ജീവിച്ചവനാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു കിടപ്പുണ്ടല്ലോ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട, ഈശ്വര എന്നെ ഒരു നിമിഷം പോലും കിടത്തരുത്. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് പോകണമെങ്കിൽ ഈശ്വരൻ പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ സഹോദരങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അമ്മയെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അച്ഛനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സ്വത്തുക്കൾ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ടതോ ഞാൻ കഷ്ടപ്പെട്ടത് മറ്റുള്ളവർ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലോ ഞാൻ അതെല്ലാം മനസ്സുകൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയെങ്കിലും അറിയാതെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈശ്വരൻ പൊറുക്കണം. ഞാൻ പശ്ചാത്തപിക്കുകയാണ്, തെറ്റു പറ്റിപ്പോയി, അബദ്ധമായി പോയി എന്ന്. ഇപ്പം രഞ്ജിത്ത് ജയിലറയിൽ കിടന്നിട്ട് രഞ്ജിത്ത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? 7 സ്റ്റാർ ഹോട്ടലുകളിൽ രാജകീയമായി ജീവിച്ച് ജനങ്ങളുടെ ആരാധനാപാത്രമായ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ആരാധനാപാത്രമായ രഞ്ജിത്തിൻ്റെ കിടപ്പിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് ദൈവം ക്ഷമിക്കട്ടെ, ഇല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടെ, പൊറുക്കട്ടെ, ഒരു കലാകാരനിലെന്ന് പറഞ്ഞു പോയപ്പോൾ വെള്ള പൂശാൻ ശ്രമിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടില്ലേ? ആ വീട്ടമ്മയുടെ മുഖത്ത് നോക്കി ഭർത്താവുള്ള മക്കളുള്ള കൊച്ചുമക്കളുടെ പോയിട്ട് നിങ്ങളുടെ ശരീരം എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരു പാട്ടോ കഥയോ എന്ന് ചിന്തിക്കാം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കലാകാരൻ അധപ്പതിച്ചു പോയി. ഇപ്പോൾ ആരുണ്ട്? ഈ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് കൂട്ടുനിന്നു എന്ന് പറയുന്നവർ പോലും അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ അദ്ദേഹം എന്ത് കാര്യത്തിനാണോ കാരവാനിലേക്ക് വിളിച്ചത്, ഒരു പക്ഷേ അദ്ദേഹം പറയുന്ന പോലെ നിൻ്റെ കഥയിലെ കഥാപാത്രം ഇയാൾ ചെയ്തത് ശരിയാകുന്നില്ല, ഇയാൾ കഥാപാത്രം ചെയ്ത് ശരിയാകാത്തതുകൊണ്ട് ഇദ്ദേഹത്തിനെ ഞാനൊന്ന് മാറ്റി ചിന്തിക്കുകയാണ്, അങ്ങനെ ഒഴിവാക്കിയത് കൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടിയിട്ട് ആ കുട്ടിയുടെ പ്രതികാരമല്ലെന്ന് ആര് കണ്ടു? ഇത്രയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുള്ള, ശാരീരികമായ അവശതയുള്ള, നട്ടെല്ലിന് ക്ഷതമുള്ള, കരൾമാറ്റ ശസ്ത്രക്രിയ ചെയ്തത് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുള്ള ഒരാൾ താൻ അവസാനമായിട്ടല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ജീവിതം അവസാനിച്ചില്ലാതായി പോകുമെന്ന് പറയുന്ന, ജീവിതത്തിൻ്റെ പ്രശസ്തിയും ധനവും ഒക്കെ നശിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ ജീവിതത്തിൽ ഒരു പിടിവിള്ളിയായി കിട്ടിയ സമയത്ത് കിട്ടിയ ഒരു സിനിമയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അവൾ അഭിനയിച്ചത് ശരിയാകാത്തത് കൊണ്ട് മറ്റാരും അത് അറിയാതിരിക്കാൻ, പരസ്യമായി ശാസിക്കാതിരിക്കാൻ അവളെ കാരവാനിലേക്ക് വിളിച്ച് കുട്ടി അഭിനയിച്ചത് ശരിയാകുന്നില്ല, അതുകൊണ്ട് ഞാൻ കുട്ടിയെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്, ഒന്ന് മാറ്റി ചിന്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടിയിട്ട് ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയതാണെങ്കിലോ? നമുക്കല്ലാന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം. രഞ്ജിത്ത് ചെയ്ത് കൂട്ടിയ ഒരുപാട് പാപങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണനെ തല്ലിയതും, നിലത്തിട്ട് ചവിട്ടിയതും, പാവക്കുത്തിൻ്റെ പ്രൊഡ്യൂസറെ അടിച്ചതും, അലക്സിനോട് പെരുമാറിയതും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇന്നിപ്പോൾ ആ വീട്ടമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മാനസാന്തരം ഉണ്ടാകാമല്ലോ, ഒരാൾക്ക് മനസ്സിന് മാറ്റം സംഭവിക്കാമല്ലോ. അപ്പോൾ ഞാൻ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് നിന്ന് ആ ജോലി ചെയ്യുന്ന അവിടെ നിന്ന് ഒരു ആളെ പറഞ്ഞു വിട്ടു. യഥാർത്ഥത്തിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ ആൾ നിരപരാധിയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മനോദുഃഖം ഉണ്ടായി. ഇപ്പോഴും മനോദുഃഖമുണ്ട്. ഞാനത് അറിയാതെ എപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അയാളെ അന്വേഷിച്ചു നടക്കാൻ എപ്പോഴും ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആ മുഖം തെരയും. കാരണം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, നമ്മുടെ ഒരു പക്വതമില്ലായ്മോ അനുഭവജ്ഞാനമില്ലാത്തതിൻ്റെയൊക്കെ കുറവുണ്ട്. ഞാനന്ന് അവിടെ ഒരു മാനേജർ സ്ഥാനത്തിരുന്നത് കൊണ്ട് അവിടെ ഒരാളെ പറഞ്ഞു വിട്ടു. അതാണോ പെണ്ണോ ആയിക്കോട്ടെ, ആ പറഞ്ഞു വിട്ടത് കൊണ്ട് അത് പിന്നീട് കാലഘട്ടത്തിന് ശേഷം അതെന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വേട്ടയാടുമ്പോൾ അതിൽ പശ്ചാത്തപിക്കുന്ന ഒരുപക്ഷെ ആത്മീയതയിൽ നിൽക്കുന്നത് കൊണ്ടാകും. നമുക്ക് ഇഷ്ടവും സ്നേഹവും തോന്നിയവരുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ചില സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാത്തിൽ നിന്നും വേർപെട്ട് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും.
നല്ലതുണ്ടാകണമേ, നല്ലത് ചിന്തകൾ ഉണ്ടാകണമേ, ആർക്കും ദോഷങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കും. ഞാൻ ചിലരോട് ദേഷ്യപ്പെടും. ചിലർ എന്നെ വിളിച്ചു പറയും, സ്വാമി ആര് പേരെടുക്കാതെ തന്നെ ഞാൻ അതെ സ്വാമി ഒരു കാര്യം പറയട്ടെ, സ്വാമി ഫോണിൽ കൂടെ വല്ലതും പറയൂ. ആരുടെ ആവശ്യമാണ് ഫലം പറയേണ്ടത്, ഫലം അറിയേണ്ടത്? ഫലം അറിയുന്നതിന് കർണേഷു ഉപാസന ഒരു സമയമുണ്ട്. ആ സമയത്തെ പറയാൻ പറ്റുള്ളൂ. ആ സമയത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ എന്നാൽ തന്നെ പറയാൻ പറ്റില്ല. ഒരുപാട് വിഷയങ്ങളുള്ളതാണല്ലോ. ഇതൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുന്നതല്ലല്ലോ. ചിലരോട് ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യും. പ്രാത വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മരിച്ചുപോയ നെഗറ്റീവ് എനർജിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളിലും നെഗറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. പോസിറ്റീവ് മാത്രമുള്ള നെഗറ്റീവ് ഉണ്ട്. അത് ഉണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് ഉദര രോഗം, വയറ് സ്തംഭിച്ചു. അപ്പോൾ ഞാൻ അമ്മ എന്തോ കഴിച്ചു, എന്ത് കഴിച്ചിട്ടാണ് ഉദരരോഗം ഉണ്ടായത്? വയറ് നല്ല വീർപ്പുണ്ടോ? ഉണ്ട്. എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചില്ല. എന്താണ് പ്രശ്നം? ഇതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കാലിൻ്റെ അവസ്ഥ എന്താണ്? അത് കാലിൽ നീരുണ്ട്. പിന്നെ ഞാൻ 2-3 ഉദാഹരണങ്ങൾ വെറുതെ ചോദിച്ചു. രാത്രിയുള്ള ഉറക്കത്തിൻ്റെ കാര്യം. ഈ ഒരു 9 ദിവസം മുമ്പ് അമ്മ ആരെങ്കിലുമായിട്ട് വഴക്ക് കൂടിയോ? ഞാൻ വഴക്ക് കൂടി. ആരുമായിട്ട്? ഞാൻ എൻ്റെ മരുമോളുമായിട്ട് വഴക്കുണ്ടായിരുന്നു. എന്തിനാണ് വഴക്ക് കൂടിയത്? ഞാൻ അവളുമായിട്ടൊരു വഴക്കുണ്ടായി. എന്തിനാണ്? അതൊരു സ്വർണം പണയം വയ്ക്കാൻ കൊടുത്തതിനെ സംബന്ധിച്ചതാണ്. അവളിത്തിരി ധാരാളിയാണ്, ചിലവാളിയാണ്. അപ്പോൾ ഞാനൊന്ന് നിയന്ത്രിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൾക്കൊരു അത്യാവശ്യം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കയ്യിൽ കിടന്ന എനിക്കുണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് എനിക്ക് വാങ്ങിച്ചു തന്ന മാലയെല്ലാം കൂടെ അവൾക്ക് പണയം വയ്ക്കാനായിട്ട് കൊടുത്തു. അവൾ ഇപ്പോൾ പറഞ്ഞു തരാൻ സൗകര്യമില്ല, മോന് കൊടുത്തെന്ന് വിചാരിച്ചോളാൻ പറയാൻ. ഞാൻ അവളുമായിട്ട് വഴക്കിട്ടു. അവൾ സ്വാമി പ്രത്യങ്കര ദേവിയ ശാസ്തമംഗലത്തുള്ള പ്രത്യങ്കര ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് എൻ്റെ ഉദരം ബന്ധിച്ചു പോയി. എനിക്ക് ഉദര രോഗം, എൻ്റെ ഉദരം സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു പ്രത്യങ്കര ക്ഷേത്രത്തിൽ പോയതാണെങ്കിൽ കാന്തല്ലൂർ സ്വാമിയെ ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഒരു പ്രത്യങ്കര ക്ഷേത്രമുണ്ട്, ഞാനവിടെ പോയിട്ടില്ല. അത് ലക്ഷ്മി നരസിംഹമാണ്. പ്രത്യങ്കരാദേവി വലുതാണ്. പിന്നെ ഒരാൾ പോയി പ്രാർത്ഥിച്ച് ഒരു തേങ്ങ കറക്കി ഉടച്ചെന്ന് പറഞ്ഞാലൊന്നും ആഭിചാരം ആവത്തില്ല. ആഭിചാരം ചെയ്യുന്നതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലകളോ അല്ലെങ്കിൽ ജാതകമോ വല്ലതും മരുമോളുടെ കയ്യിലുണ്ടായിരുന്നോ? അയ്യോ ഉണ്ടായിരുന്നു സ്വാമി, അവൾ വന്ന് മേടിച്ചുകൊണ്ട് പോയി. മകൻ്റെ ജാതകം നോക്കാനാണെന്ന് പറഞ്ഞ് എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ ജാതകവും കൂടെ എടുത്തുകൊണ്ട് പോയി, ഗ്രഹനിലയും കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒരു ഉദര സ്തംഭനം, ഉദരം. കാരണം ആദ്യം തകർക്കുക ആഭിചാരത്തിന് ഉദരമാണ്. നമ്മൾ അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചില്ലാത്ത ഏറ്റവും വലിയൊരു സത്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം നമുക്ക് വിസർജിക്കപ്പെടാൻ പറ്റിയില്ലെങ്കിൽ, ഉദരബന്ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സകല ക്രമീകരണങ്ങളും തെറ്റും. അത് ഗ്യാസ് പൊങ്ങിയ തലമണ്ട കണ്ണിലിരുട്ട് കയറും, ഒരുപാട് അവസ്ഥകൾ. അപ്പോൾ ആഭിചാരത്തിൽ ആദ്യം തകർക്കുക ഉദരമാണ്. ഉദരം തകർത്ത് കഴിഞ്ഞാൽ, ഉദരം തകർക്കിടക്കുന്നതിന് മാറ്റം പ്രത്യങ്കര മാത്രമേ ഉള്ളൂ. ഒരു കടുത്ത ആഭിചാര ദോഷങ്ങൾ കൊണ്ട്. എന്നാൽ ഞാൻ ചോദിക്കും എങ്ങനെയാണ് ഒരാൾ ഒരു വീട്ടിൽ അയാൾ ശിവഭക്തനായ ഒരാൾ ഒരു മാവിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ ശിവലിംഗം മേടിച്ചുകൊണ്ട് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടെടുത്തെല്ലാം ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ അസ്വസ്ഥതകളാണ്, ബാക്കിയെല്ലാം എല്ലാ അസ്വസ്ഥതയാണ്. അപ്പം ഈ ചെടിയുടെ ഈ മരത്തിൻ്റെയൊക്കെ ഇലകൾ അവിടെ വീഴുമ്പോൾ ഇതെല്ലാം തന്നെ വാരിക്കൂട്ടി ഈ ശിവലിംഗം ഇരിക്കുന്നിടത്തേക്ക് ഇടും. അത് അവരുടെ ഒരു ആനന്ദകരമായ അവസ്ഥയാണ്. പക്ഷെ അവരത് മറക്കാൻ പറ്റാത്തൊരു കാര്യം, ശുദ്ധവും വൃത്തിയുമുള്ളതാണ് പ്രതിഷ്ഠകളുള്ള സ്ഥലം. ശിവലിംഗമാണെങ്കിലും ഏത് പ്രതിഷ്ഠയാണെങ്കിലും വെറുതെ മേടിച്ച് സിമ്മന്റിൽ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അവിടെ ഒരു സാന്നിധ്യമുണ്ടാകും. അത് തിരിച്ചറിയാതെ, അത് മനസ്സിലാക്കാതെ ആ അശുദ്ധിയാക്കപ്പെടുമ്പോൾ 3ാം തലമുറ സന്താന പരമ്പരകളുടെ 2 കൊച്ചുമക്കൾ അവർക്ക് ശൈശവത്തിലെ ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങൾ, ദുരന്തങ്ങൾ, ആയുസ്സിന് തടസ്സം ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ടാകുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്കൊരു ആഭിചാര ദോഷം വളരെ ശക്തനായിട്ട് വന്നിട്ടുണ്ട്. അത് മകളോട് തന്നെ ചോദിക്കൂ എന്തിനാണ് ഇത് ചെയ്തത് എന്ന്. അയ്യോ സ്വാമി എനിക്ക് അത് പറയാൻ പറ്റില്ല. അപ്പോൾ അവൾ തന്നെയാണോ സ്വാമി ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ലക്ഷണമുണ്ടെങ്കിൽ ഇതൊരു ആഭിചാര ദോഷ കർമ്മമാണ്, എന്തായാലും ചിന്തിക്കൂ എന്ന്. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തായാലും രാവിലെ എൻ്റെ ഉറക്കം പോയി. ഒരാൾ വിളിക്കണു, കാന്തല്ലൂർ സ്വാമിയാണോ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ആഭിചാരം ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളാരാണാവൂ? ഞാൻ അവിടെ പ്രത്യങ്കര ക്ഷേത്രത്തിൽ പോയി അവരുടെ ഉദരം തകർത്തെന്ന് പറഞ്ഞു. എനിക്ക് അവരൊന്നും തകർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തെറ്റുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് തീർത്തു കൊടുക്കുക.
സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇതെന്താണ് സംഭവം. അമ്മായിയമ്മ പറഞ്ഞു, കാന്തല്ലൂർ സ്വാമി പറഞ്ഞു നീ എനിക്ക് ആഭിചാരം ചെയ്തെന്ന്. കാന്തല്ലൂർ സ്വാമി പറഞ്ഞാൽ തെറ്റൂല, നീ എൻ്റെ വയറ് തകർത്തില്ലേ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് എൻ്റെ സ്വസ്ഥത, ഞാനിന്ന് രാവിലെ ആ ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു, ഒരു 2 വരി എഴുതാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇരുന്നപ്പോൾ ഈ സ്ത്രീ തെയ്യെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, സഹോദരി ഞാൻ നിങ്ങൾക്കതിന് പരാതി കൊടുക്കും, നിങ്ങളിത് പോലീസിൽ പരാതി കൊടുക്കും, ഇല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാം, നിങ്ങളെക്കുറിച്ച് കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആശ്രമത്തിൽ എന്തിനാണ് നടക്കണമെന്ന് എനിക്കൊക്കെ അറിയാം. ഞാനിതിനൊന്നും മറുപടി പറയാൻ പോയില്ല. എന്ത് മറുപടിയാണ് നമ്മൾ പറയേണ്ടത്? അപ്പം ഞാൻ ചോദിച്ചു, സഹോദരി നിങ്ങൾ അതൊക്കെ പോട്ടെ, ഞാൻ എൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചോ എൻ്റെ സ്വഭാവ ശുദ്ധിയെക്കുറിച്ചോ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ അമ്മയുടെ ഒന്ന് കൊടുക്കൂ. ഞാൻ പറഞ്ഞു അവർക്ക് അവരുടെ ഉദര സംബന്ധമായ ഒരു സംഭവം പറഞ്ഞപ്പോൾ നിങ്ങളെന്തിനാണ് അവരുടെ സ്വർണ്ണം മേടിച്ചുകൊണ്ടോ പണയം വെച്ച് തിരിച്ചെടുത്ത് കൊടുക്കാത്തത്? അതെനിക്ക് സൗകര്യമില്ലായിരുന്നു കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യം. അപ്പോൾ അതും പറഞ്ഞല്ലേ നിങ്ങളടുത്ത് അതും പറഞ്ഞല്ലേ? നിങ്ങളെ വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇന്നും കൂടെ ഇനി പറയാൻ നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ആ സ്ത്രീ സ്വബോധമില്ലാതെ ഇന്ന് രാവിലെ ഈ സ്ത്രീയുടെ വായിരിക്കണത് കുറേ ഞാൻ കേട്ടു. എന്ത് ചെയ്തിട്ടാണ്? എന്തായാലും ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു, സ്വാമി എന്നോട് ക്ഷമിക്കണം, അവളിങ്ങനെയാണ് ചാടി പുറപ്പെട്ടു, ഞാൻ അറിയാതെ. നിങ്ങളിത് ആര് പറഞ്ഞു ഞാൻ ആഭിചാരം ചെയ്യുന്നത്? ഞാൻ ആ കാന്തല്ലൂർ സ്വാമിയെ വിളിച്ചു, സ്വാമി പറഞ്ഞാൽ തെറ്റാറില്ല. എന്ത് പറയാനാണ്? ടീച്ചർ എന്നെ എടുത്തു ഭീകര വഴക്ക്. എന്തിനാണ് സ്വാമി ഫോണിൽ കൂടെ ഇതൊക്കെ പറയാൻ പോകുന്നത്? എന്നാൽ അവർ നേരിട്ട് വരാൻ പറയും. അവസാനം അമ്മ എന്നെ വിളിച്ചു, പാവം ഒരു സ്ത്രീ. ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യൂ, ഒരു ഡോക്ടറെ പോയി കാണുക. വയറിൽ നിന്നൊന്നും പോകുന്നില്ല, വയറ് സ്തംഭിച്ച് നിൽക്കുകയാണെന്ന് പറയൂ, പൂജയും പരിഹാരവും ഒന്നും വേണ്ട. ഇനി ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം എന്നെ വിളിക്കൂ. ഈ സ്ത്രീയോട് ഈ ഭ്രാന്ത് പിടിച്ച സ്ത്രീയോടൊന്നും പറയാൻ നിൽക്കണ്ട. മകനെ നിലക്ക് നിർത്താൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് അവൻ്റെ ജീവിതം മുഴുവൻ തകർന്ന സമയം ഈ സ്ത്രീ തകർന്നതിന് ശേഷം കുറേ പൂജാരിമാരും മന്ത്രവാദികളും ഒക്കെ ഉണ്ട്. അവരാണ് ഇവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, എനിക്ക് തല പെരുത്തിട്ട് വയ്യ സ്വാമി, എനിക്ക് 2 ദിവസമായി ഞാൻ ബാത്റൂമിലെന്ന് പോയിട്ടെന്ന് പറയുന്ന സ്ത്രീയുടെ മുമ്പിൽ നമ്മൾ എന്ത് പറയാനാണ്? ആഭിചാരം ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ആഭിചാരം കൊണ്ട് ഇവിടെ നിവൃത്തിയില്ല. ആഭിചാരത്തിൻ്റെ പുറത്തും അഭിചാരമാണ്. അമ്മായിയമ്മ മരുമകളുടെ പ്രശ്നങ്ങളാണ്, അതിഭീകരമായ വിഷയങ്ങളാണ്. എൻ്റെ രാവിലെ ഞാൻ ആ കാദംബരി എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ 4-5 സീനും കൂടെ ഒന്ന് തിരുത്തി എഴുതാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചപ്പോഴാണ് ഈ വലിയ സംഭവം ഉണ്ടായത്. ഇതാണ് ഇന്നത്തെ വാർത്തകൾ. അത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ രഞ്ജിത്തിൻ്റെ പ്രശ്നം പറഞ്ഞ ഒരാൾ വിളിക്കുന്നത്. നമ്മളാരെയും വെള്ളപൂശാനും പോയില്ല, ആഭിചാരം മാറ്റാനും പോയില്ല. ഞാനിതൊരു പരിഹാരം എന്നുള്ള നിലയിൽ നിങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചതിനാണ് ഇന്നത്തെ ഒരു ദിവസം കുളമാക്കി തന്നു എനിക്ക്. ഇന്നത്തെ ഒരു ദിവസം പോയി. എന്തായാലും ആഭിചാരമുണ്ട്. അതുകൊണ്ട് അമ്മായിയമ്മമാരോടും മരുമകളുമാരോടും മരുമകന്മാരോടും മക്കളോടും ഒക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആഭിചാരം ചെയ്താൽ ആഭിചാരം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വയറിനൊരു വേദന വന്നാൽ, വയറിനൊരു സ്തംഭനം വന്നാൽ ഇത് ആരെങ്കിലുമൊക്കെ ചെയ്തതാണെന്ന് വിചാരിച്ച് കിടന്ന് നിലവിളിക്കുകയൊന്നും വേണ്ട. ദഹനത്തിനുള്ള എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കുക. എന്നിട്ട് കെമിക്കലായിട്ടുള്ള ആഹാരം കഴിക്കാതിരിക്കുക. പഞ്ചഗവ്യഘൃതം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, പഞ്ചഗവ്യഘൃതം. അത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും തക്കാട് മൂസല കിട്ടും. വയറ് ശുദ്ധിയാക്കാൻ പറ്റിയതാണ്. അത്തരത്തിലൊരു സ്തംഭനം ഉണ്ടായാൽ നല്ല നാട്ടുവൈദ്യന്മാരെയോ നല്ല ആയുർവേദ ആചാര്യന്മാരെയോ കണ്ടിട്ട് അങ്ങനെ ഒരു ആയുർവേദ മരുന്ന് അത് സേവിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്കൊരു നല്ല എഴുതാനായിട്ടുള്ള ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ 2 കഥകളുടെ എഴുത്തിലാണ്. എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ എഴുതാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ കുറേ ദിവസം ഇനി വന്ന് പറയാതിരിക്കണം. അപ്പം എല്ലാവർക്കും പുതിയ വാർത്തകളുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.